Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ കുറേ പേര് നമ്മുടെ ചാനലിൽ കമന്റ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബീഫ് റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ബീഫിന്റെ റെസിപ്പികൾ കുറച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് വളരെയധികം റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റിർ ഫ്രൈ ബീഫിന്റെ റെസിപ്പിയാണ്. സ്റ്റിർ ഫ്രൈ ബീഫ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വെൽവെറ്റി ആയിട്ടുള്ള, വളരെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ബീഫിന്റെ റെസിപ്പിയാണ്. ബീഫ് സ്റ്റിർ ഫ്രൈ റെസിപ്പിക്ക് വളരെയധികം വ്യത്യസ്തങ്ങളായ റെസിപ്പികളുണ്ട്. നമ്മളുടെ ഏഷ്യൻ കൺട്രീസിൽ ഓരോ കൺട്രിക്കും അവരുടേതായ സ്വന്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റുമുള്ള രീതിയിലാണ് നമ്മൾ ഈ റെസിപ്പി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ ക്യൂസിൻസ് അല്ലാന്നുണ്ടെങ്കിൽ ബീഫിന്റെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ മിസംബ്ലസ് റെഡിയാക്കാം. ഗൈസ്, ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗൈസ്, ആദ്യമായി തന്നെ നമുക്ക് ആവശ്യമായുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ 3 ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാപ്സിക്കമാണ് കട്ട് ചെയ്തേക്കുന്നത്. എല്ലാത്തിൻ്റെയും പകുതി വീതമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കളർ മാത്രമുള്ള ക്യാപ്സിക്കമാണ് എടുക്കുന്നെങ്കിൽ 1.5 ക്യാപ്സിക്കമാണ് നമ്മളുടെ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. അതുമാതിരി തന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ 2 രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ റൗണ്ടിലും നമ്മളുടെ ഗ്രീൻ പാർട്ട് നമ്മൾ സ്ലൈസ് ചെയ്തുമാണ് എടുത്തേക്കുന്നത്. അതുമാതിരി തന്നെ മീഡിയം സൈസിലുള്ള ഒരു ഒനിയനും നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ മീഡിയം സൈസിലുള്ളൊരു ജിഞ്ചർ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുടം ഗാർലിക്കിൻ്റെ പകുതി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് നമ്മളുടെ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഗൈസ്, നമ്മളൊരു 1/2 കിലോ ഉള്ള ഒരു ബീഫാണ് നമ്മളിന്ന് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഒട്ടും തന്നെ ഫാറ്റ് ഇല്ലാണ്ട് നല്ല ലീൻ മീറ്റ് ആയിട്ടുള്ള ബീഫാണ് നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബീഫ് ആദ്യം തന്നെ നമുക്ക് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബീഫ് വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മൾ ബീഫ് വളരെ തിന്നായിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു സൈസിൽ തന്നെ നമ്മൾ ഉറപ്പായിട്ടും കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലൈസ് ചെയ്തെടുത്ത ബീഫ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ റെസിപ്പിക്ക് ആവശ്യമായുള്ള സോസുകളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായി തന്നെ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 1/2 ടീസ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിച്ച് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സോസുകളെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സോസ് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ തിന്നായി സ്ലൈസ് ചെയ്തെടുത്ത ബീഫിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സോസിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിക്കാം. പകുതി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു ചൈനീസ് കടായോ ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മളുടെ പാൻ നന്നായി ചൂടായതിനു ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് നമുക്കിടാം. നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. നമ്മൾ ചൈനീസ് അല്ലാന്നുണ്ടെങ്കിൽ ഏഷ്യൻ ക്യൂസിൻസ് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ബീഫ് എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഈ റെസിപ്പിയിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബീഫ് സ്റ്റിർ ഫ്രൈക്ക് വളരെ വെൽവെറ്റി ആയിട്ടും
വളരെ ടെൻഡറായിട്ട് മീറ്റ് കിട്ടാൻ കാരണം. അതിൻ്റെ സീക്രട്ടാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ. ഇത് നമ്മളുടെ മീറ്റ് ടെൻഡറൈസ് ചെയ്യാനും നമ്മുടെ മാരിനേഷനൊക്കെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടും ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ ഉപയോഗിച്ചത് വളരെ മൈന്യൂട്ടായുള്ള എമൗണ്ടാണ്. നമ്മൾ 1/4 ടീസ്പൂണാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബീഫ് സ്റ്റിർ ഫ്രൈക്കായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബെൽ പെപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുമാതിരി കുറച്ച് ഒനിയൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിക്കാം, ബ്രോക്കലി ഉപയോഗിക്കാം, സ്ട്രിംഗ് ബീൻസ് ഉപയോഗിക്കാം, ബീൻസ് ഉപയോഗിക്കാം, ക്യാരറ്റ്സ് ഉപയോഗിക്കാം. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് വെജിറ്റബിളും നിങ്ങൾക്ക് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ പലരുടെയും ഒരു ഡൗട്ടാണ്, എന്നോട് പലരും ചോദിച്ചുള്ളൊരു കാര്യം കൂടിയാണ്, നമ്മൾ ഇത്ര ചെറിയ ടൈമിൽ ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുക്ക് ആകുമോ എന്നുള്ളതാണ് കുറേ പേരുടെ ഡൗട്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ടൈം പീരീഡിൽ ബീഫ് കറക്റ്റ് ആയിട്ട് കുക്ക് ആവും. ബീഫ് ഓൾമോസ്റ്റ് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മീറ്റാണ്. നമ്മളുടെ കോണ്ടിനെന്റൽ ഡിഷിൽ പല റെസിപ്പികളിലും റോ മീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. FDA ഫുഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് 135 to 140 ഡിഗ്രി ഫാരൻഹൈറ്റ് ഇന്റേണൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് സേഫ് ടു ഈറ്റ് ആണ്. നമ്മൾ ഈ ചെയ്ത കുക്കിങ്ങിൽ ഇതിന്റെ വളരെയധികം മുകളിലാണ് ഇതിന്റെ ടെമ്പറേച്ചർ എടുക്കുന്നത്. നമുക്ക് പേടി കൂടാണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്ന് ബീഫ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനകത്ത് തീരെ ഫാറ്റ് ഇല്ലാത്തൊരു പീസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബീഫ് സ്റ്റിർ ഫ്രൈ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മാക്സിമം നമ്മൾ ഫാറ്റ് ഇല്ലാണ്ട് മീറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ റെസിപ്പിയുടെ റിക്വയർമെന്റ് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് സെയിം പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ, ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ഗാർലിക് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട്, ക്യാപ്സിക്കോണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ വെജിറ്റബിൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള മാരിനേഷൻ്റെ സോസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സോസ് ഒഴിച്ച് അപ്പം തന്നെ നമ്മളുടെ ബീഫും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 30 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്റ്റൗ ഓഫാക്കി നമുക്ക് കുറച്ച് ഗ്രീൻ ഒനിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിർ ഫ്രൈഡ് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതെങ്ങനെ പ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്ലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് റൈസ് എടുത്തതിന് ശേഷം നമ്മളുടെ സ്റ്റിർ ഫ്രൈഡ് ബീഫ് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിർ ഫ്രൈ ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ഉണ്ട്. ഇത് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ റൂം ഫുള്ള് നല്ല അടിപൊളി ഫ്ലേവർ ആയിരുന്നു, നല്ല സ്മെല്ലായിരുന്നു, കാണാനും നല്ല ലുക്ക് തന്നെയാണ്. നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ ബീഫ് സ്റ്റിർ ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ മീറ്റൊക്കെ നന്നായിട്ട് ടെൻഡർ ആയിട്ടുണ്ട്. നമ്മളുടെ സോസിനൊക്കെ നല്ല സോൾട്ടി, നല്ല ഫ്ലേവർ പാക്ഡ് ആയിട്ടുള്ള സോസാണ്. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷ് തന്നെയാണ്. ഞാൻ പലപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. ബീഫ് ഇഷ്ടപ്പെടുന്നവരും ഏഷ്യൻ ക്യൂസിൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷുമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് നമ്മളുടെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ലൈക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.